പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിലെ നെൽകർഷകർക്ക് ലഭ്യമായ ജൈവ കീടനാശിനികളെക്കുറിച്ചും വിവിധ ജൈവ കീടനാശിനികളെക്കുറിച്ചും ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കും. ജൈവ കീടനാശിനികൾ കൃഷിയിലെ കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമോ ജൈവശാസ്ത്രപരമോ ആയ പദാർത്ഥങ്ങളാണ്. അവ സിന്തറ്റിക് കെമിക്കൽ കീടനാശിനികൾക്ക് പരിസ്ഥിതി സൗഹൃദ ബദൽ വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ സൂക്ഷ്മാണുക്കൾ, സസ്യങ്ങൾ, പ്രകൃതിദത്ത സംയുക്തങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവരാം. ജൈവ കീടനാശിനികളുടെ തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1, ബാസിലസ് തുറിഞ്ചിയൻസിസ് BET. തണ്ടുതുരപ്പന്മാർക്കും മറ്റു ചില കീടങ്ങൾക്കും എതിരെ BET ഫലപ്രദമാണ്. ഉപയോഗത്തിന് ഇലകളിൽ സ്പ്രേ ആയി പ്രയോഗിക്കുക. ഇത് പ്രത്യേക കീടങ്ങളുടെ ദഹനവ്യവസ്ഥയെ ലക്ഷ്യമിടുന്ന വിഷവസ്തുക്കളെ ഉത്പാദിപ്പിക്കുന്നു. നമ്പർ 2, ട്രൈക്കോഡെർമ SPP. ട്രൈക്കോഡെർമ SPP റൂട്ട് ചെംചിയൽ, നനവ് എന്നിവയ്ക്ക് കാരണമാകുന്ന മണ്ണിലൂടെ പകരുന്ന രോഗകാരികളെ നിയന്ത്രിക്കുന്നു. ഉപയോഗത്തിനായി മണ്ണ് നനയ്ക്കുകയോ കമ്പോസ്റ്റുമായി കലർത്തുകയോ ചെയ്യുക. ഇത് ഒരു ജൈവ കുമിൾനാശിനിയായി പ്രവർത്തിക്കുന്നു. നമ്പർ 3, വേപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ. ഇലച്ചാടികൾ, ചെടിച്ചാടികൾ, കാറ്റർപില്ലറുകൾ എന്നിവയുൾപ്പെടെ വിവിധ കീടങ്ങൾക്കെതിരെ ഇവ ഉപയോഗിക്കുന്നു. ഉപയോഗത്തിന് വേപ്പെണ്ണയോ വേപ്പിന് പിണ്ണാക്ക് മണ്ണിലോ ഇലകളിൽ തളിക്കുക. കീടങ്ങളുടെ ജീവിതചക്രങ്ങളെ അകറ്റുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന സംയുക്തങ്ങൾ വേപ്പിൽ അടങ്ങിയിട്ടുണ്ട്. നമ്പർ 4, വെർട്ടിസിലിയം ലെഗാനി. മുഞ്ഞ, വെള്ളീച്ച, മറ്റു ചില പ്രാണികൾ എന്നിവയാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഉപയോഗത്തിന് ഇലകളിൽ സ്പ്രേ ആയി പ്രയോഗിക്കുക. ഈ ഫംഗസ് ഒരു ജൈവ കീടനാശിനിയായി പ്രവർത്തിക്കുന്നു.